ജൂൺ അവസാനിക്കാറായി, ചിങ്ങമൊക്കെ അടുത്ത് കഴിഞ്ഞു. ഓണാഘോഷങ്ങളുടെ തിരക്കിലേക്കൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പോവുകയാണ്. പക്ഷേ ഓണാഘോഷങ്ങളൊക്കെ ലക്ഷ്യം വിട്ട് നേരത്തെ തന്നെ മാരക ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതായി ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്തയാണ് നമുക്ക് രേഷ്മയിൽ നിന്ന് അറിയേണ്ടത് രാവിലെ. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഈ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് ചേർത്ത് വായിക്കുന്ന പേര് കൊച്ചിയായി പോയി, നിർഭാഗ്യവശാൽ. കാരണം അടുത്തിടെ ഏറ്റവും കൂടുതൽ ഈ ലഹരി മരുന്നുകളുമായി, ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാവുന്ന ഒരു എണ്ണവും അതോടൊപ്പം തന്നെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ വരുന്ന കൊച്ചിയിൽ നിന്നാണ്. മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ലഹരി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ പേര് ചേർത്ത് വായിക്കുന്നത്. നമുക്കറിയാം, കൊച്ചി എന്ന് പറയുന്ന ഒരു മെട്രോ സിറ്റിയാണ്. അതുകൊണ്ട് ലഹരി പാർട്ടികളടക്കം പലപ്പോഴും നടക്കുകയും അതിന്മേൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യും. പക്ഷേ ഈ ലഹരി കടത്ത് അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. കഴിഞ്ഞ ദിവസം പോലും, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ആലുവയിൽ നിന്ന് 3 കോടിയിലധികം രൂപ വരുന്ന ഏകദേശം 1 കിലോയോളം തൂക്കമുള്ള MDMA ഒരു യുവതിയിൽ നിന്നും പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് വന്ന ട്രെയിനിൽ, അതായത് കേരള എക്സ്പ്രസിൽ ആണ് ഈ പെൺകുട്ടി വന്നിറങ്ങിയത്. അവിടെ സ്റ്റേഷനിലെത്തിയാണ് ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പെൺകുട്ടിയെ പിടികൂടിയത്. പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ലഹരി വാങ്ങിക്കാൻ എത്തിയ കൊച്ചി സ്വദേശിയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഈ ഡൽഹിയിൽ നിന്നാണ് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു വിവരമാണ് പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഈ ഓണമൊക്കെ അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷങ്ങൾക്ക് മുൻപ് കർശനമായിട്ടുള്ള ഈ പരിശോധനകൾക്കൊക്കെ തന്നെ മുൻപ് ഈ ലഹരികൾ സ്റ്റോക്ക് ചെയ്യുക, ശേഖരിച്ച് വയ്ക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘങ്ങൾ ഇത്തരത്തിൽ ജൂൺ കാലഘട്ടത്തിൽ തന്നെ ഈ ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള സൂചനകളും വിവരങ്ങളും പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും നേതൃത്വത്തിൽ ഒരു വിപുലമായിട്ടുള്ള സംഘം തന്നെ അന്വേഷണം നടത്തുകയാണ്. സംയുക്തമായിട്ട് തന്നെയാണ് പരിശോധനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരു സ്വദേശിനി, അതായത് കഴിഞ്ഞ ദിവസം പിടികൂടിയ സർമീൻ അക്തർ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് സംഘത്തിന്റെ വൻ കണ്ണി എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ, അതായത് ഇവരെ കേന്ദ്രീകരിച്ച് ആരൊക്കെയാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നത്, ഈ സംഘങ്ങളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. സ്ത്രീകൾ കാരിയർമാരാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പോലും കാരിയർമാരാകുന്ന പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ കേന്ദ്രീകരിച്ച്, അതായത് കാരിയർമാരായിട്ട് ഇവിടേക്ക് കൊച്ചിയിലേക്ക് വന്നിറങ്ങുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓണാഘോഷം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ലഹരി മരുന്നുകളൊക്കെ തന്നെ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഈ സംഘങ്ങൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന പോലീസിന്റെ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അതായത് ഓണം അല്ലെങ്കിൽ മറ്റ് ആഘോഷ പരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും കൊച്ചി നഗരം. പക്ഷെ അതിനു മുൻപ് ആ നിരീക്ഷണത്തെ ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് ഈ ലഹരി മരുന്നുകൾ കടത്തുക, ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന രാസലഹരികൾ പോലും കടത്തുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ബാംഗ്ലൂരു, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് കൂടുതലും ഈ MDMA പോലുള്ള രാസലഹരികൾ കൊച്ചിയിലേക്ക് കടത്തുന്നത്. വൻ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട്. കൊച്ചിയിൽ ഈ കാരിയർമാരായിട്ടെത്തുന്ന പെൺകുട്ടികളെ സ്വീകരിക്കാനായിട്ടും അവരുടെ കയ്യിൽ നിന്ന് ഈ ലഹരികൾ വാങ്ങിക്കാനായിട്ടുള്ള ഇടനിലക്കാർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം പിടികൂടിയതും കൊച്ചി സ്വദേശിയായിട്ടുള്ള സർഫാനെയാണ്. എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം പിടികൂടിയ MDMA-യുമായിട്ട് പിടികൂടിയ യുവതിയെ കേന്ദ്രീകരിച്ചും അവരുടെ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. വാട്ടർ ഹീറ്ററിന്റെ കോയിലിനുള്ളിൽ വെച്ചായിരുന്നു ഈ MDMA കടത്തിയത്. അത്തരത്തിൽ വലിയ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ ലഹരി രാസവസ്തുക്കൾ കൊച്ചിയിലേക്ക് കടത്തുന്നത്. എന്തായാലും പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന മുന്നോട്ട് പോവുകയാണ്. അനു.